വിജയപുരം പഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പർക്കെതിരെ കൈക്കൂലി ആരോപണമായി പ്രദേശവാസി. പ്രതിഷേധവുമായി പ്രതിപക്ഷം. വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പർക്കെതിരെ കൈക്കൂലി ആരോപണമായി പ്രദേശവാസി. പഞ്ചായത്താനുകൂല്യമായ വീട് മെയിൻ്റനൻസ് കിട്ടുന്നതിനു വേണ്ടി കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. പാറമ്പുഴ വെങ്കേടത്ത് തെക്കുംതറയിൽ നോബിൾട്ടി പുന്നന് വീട് മെയിൻ്റനൻസ് ആനുകൂല്യം ലഭിക്കുന്നതിന് സഹായിക്കാമെന്ന് പറഞ്ഞ് 3-ാം വാർഡ് മെമ്പറായ സുരേഷ് ബാബു 2 പ്രാവശ്യമായി 15,000 രൂപ കൈക്കൂലി വാങ്ങിയതായിട്ടാണ് പരാതി പറയുന്നത്. ആകെ 50,000 രൂപ ആനുകൂല്യം കിട്ടിയ ഗുണഭോക്താവിന്റെ കയ്യിൽ നിന്നും 15,000 രൂപ കൈക്കൂലി വാങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഓവർസിയർക്കും വിഒയ്ക്കും കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് മെമ്പർ പറഞ്ഞത്. 2 പ്രാവശ്യമായിട്ടാണ് ഈ പൈസ വാങ്ങിയത്. ആദ്യം 10,000 രൂപ കൊടുത്തതിന് ശേഷം പൈസ കിട്ടാതെ വന്നപ്പോൾ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഗുണഭോക്താവിനോട് പറഞ്ഞത് 5,000 രൂപയും കൂടെ കൊടുത്താൽ മാത്രമേ, അത് വിഒയ്ക്ക് കൊടുത്താൽ മാത്രമേ പൈസ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. തുടർന്ന് മെമ്പർക്കെതിരെ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അജണ്ടയ്ക്കകത്ത് ഉൾപ്പെടുത്താതെ പഞ്ചായത്തിൽ നൽകിയ പരാതി പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് മറച്ചുവെച്ചു എന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നു. ഇവരുടെ സ്വന്തം കൈപ്പടയിൽ ഞാൻ എഴുതി തന്ന പരാതി അത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും പഞ്ചായത്ത് ഇവിടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള രേഖയാണ്. കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നു. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി ഇപ്പം പരാതിയിൽ നിന്ന് പരാതി പിൻവലിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കാശ് വാങ്ങിയ സുരേഷ് ബാബുവും അദ്ദേഹത്തിന്റെ ഭാര്യ ആയ മുൻ പഞ്ചായത്ത് മെമ്പറും ഒരു 3-4 ദിവസം മുമ്പ് രാവിലെ വെളുപ്പിനെ ഒരു 6 മണിയോടുകൂടി അവരുടെ വീട്ടിൽ ചെല്ലുകയും അവരുടെ ഭർത്താവിനെ നിർബന്ധിച്ച് പറഞ്ഞു കടം വാങ്ങിച്ച കാശ് എന്ന് പറഞ്ഞ് എഴുതിത്തരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ആദ്യഘട്ടത്തിലൊന്നും ഇതിന് തയ്യാറായില്ല. ഇത് ഭർത്താവിനെ അവർ നിരന്തരമായി നിർബന്ധിക്കുകയും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളെ പിന്നീട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി നീക്കി.